Hi friends, welcome to MAILAANJI kitchen. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി നെത്തോലി ഫ്രൈ. ഇത് റെസ്റ്റോറന്റ് സ്റ്റൈൽ നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ റെസിപ്പി കാണുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വന്ന് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് 1/2 കിലോ നെത്തോലി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈരില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കാം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇപ്പോൾ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, 1 ടേബിൾ സ്പൂൺ വെള്ളം തെളിച്ച് കൊടുക്കണം. തെളിച്ചിട്ട് നല്ലപോലെ ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതി. എല്ലാ മീനിലും നല്ലപോലെ മസാല പെരണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു അടപ്പ് വെച്ച് അടച്ച് അരമണിക്കൂറത്തേക്ക് വെക്കണം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലപോലെ ആ മീനിലോട്ട് മസാലയൊക്കെ പിടിക്കും. ഇപ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ മീനിൽ ആ മസാലയും ആ പൊടികളും ഒക്കെ നന്നായിട്ട് പെരണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഈ മീൻ മുങ്ങിക്കിടക്കുന്ന അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലൊരു മണം കൊടുക്കും നമ്മുടെ മീനിന്. ഇത് പിന്നെ മീനിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. ഇപ്പോൾ അതേ എണ്ണയിലേക്ക് ഓരോരോ മീനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചു മറിച്ചു ഇട്ട് 2 വശവും നല്ല ഈവനായിട്ട് ഫ്രൈ ആകുന്ന പോലെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മീനെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ എല്ലാ മീനും ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരുന്ന കറിവേപ്പില ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. അരമണിക്കൂർ നമ്മൾ പുരട്ടി വെക്കണം, അത്രേ ഉള്ളൂ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.